നാടിനെ നടുക്കിയത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയതുമായ കൊലപാതകമായിരുന്നു പോത്തൻകോട്ട് സുധീഷിന്റേത്. ലഹരി ഗുണ്ടാസംഘങ്ങളുടെ പകയിലാണ് മറ്റൊരു ഗുണ്ടയായ സുധീഷിന് ജീവൻ നഷ്ടപ്പെടുന്നത്. അതിക്രൂരമായി ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ നടന്ന കൊലപാതകം. സുധീഷിന്റെ കാൽ വെട്ടിയെടുത്ത ശേഷം അതുമായി റോഡിലൂടെ ബൈക്കിൽ കറങ്ങിയ പ്രതികൾ നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഇന്നും മലയാളികൾ മറന്നു കാണാനിടയില്ല. പോത്തൻകോട് കല്ലൂർ പാണവിളയിൽ സജീവിന്റെ വീട്ടിൽ വെച്ച് ഗുണ്ടയായ 32-കാരനായ സുധീഷിനെ വെട്ടിക്കൊന്നത് 2021 ഡിസംബർ 11-നായിരുന്നു. ഗുണ്ടാസംഘങ്ങളിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് ബന്ധു വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പ്രതികൾ സുധീഷിനെ തേടി ഇവിടെ എത്തുന്നത്. വീട്ടിൽ കയറി ഒളിച്ച സുധീഷിനെ വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ അക്രമി സംഘം മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും കാൽ വെട്ടിയെടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. കൊലപാതകത്തിന്റെ പ്രധാന ആസൂത്രകൻ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷ് ആയിരുന്നു. പ്രതികളായ എല്ലാവരെയും സംഘടിപ്പിച്ചതും കൊലപാതകം ആസൂത്രണം ചെയ്തതും ഇയാളായിരുന്നു. ഒളിവിൽ പോകുന്നതിന് പണവും വാഹനവും തയ്യാറാക്കി വെച്ചും ജാമ്യത്തിലിറങ്ങുന്നതിനുള്ള വഴികൾ ആലോചിച്ചുറപ്പിച്ച ശേഷവുമാണ് രാജേഷ് അടങ്ങുന്ന സംഘം കൊലപാതകം നടത്തുന്നത്. വിവിധ കാരണങ്ങളാൽ സുധീഷിനോട് ശത്രുതയുണ്ടായിരുന്ന പൊതുശത്രുക്കൾ ആസൂത്രിതമായി നടത്തിയതായിരുന്നു പോത്തൻകോട്ടെ ആ കൊലപാതകം. കൊല്ലപ്പെട്ട സുധീഷും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു. സുധീഷിനായി പോലീസിന്റെ തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലെത്തി ഗുണ്ടകൾ കണക്ക് തീർത്തത്. സുധീഷിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് അന്നേ ദിവസം വരെ പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഗുണ്ടകൾക്ക് കൃത്യമായ വിവരം ലഭിക്കുകയും അവർ കൃത്യം നിർവഹിക്കുകയും ചെയ്തു. കേസിലെ ഒന്നാം പ്രതിയായ സുധീഷ് ഉണ്ണിയുടെ അമ്മയ്ക്ക് നേരെ ബോംബെറിഞ്ഞതും സഹോദരനെ ആക്രമിച്ചതും കൊല്ലപ്പെട്ട സുധീഷായിരുന്നു. തന്നെ കൊല്ലാനായി സുധീഷ് 6 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നതായും തന്നെ കിട്ടാതിരുന്നതോടെയാണ് അമ്മയെ ആക്രമിച്ചതെന്നുമായിരുന്നു ഒന്നാം പ്രതിയായ ഉണ്ണിയുടെ മൊഴി. ഇതിനു പുറമെ ഒട്ടകം രാജേഷിന്റെ ഗുണ്ടാ സംഘത്തിലുള്ളവരെ സുധീഷ് മർദ്ദിച്ചതും പ്രതികാരത്തിന് ആക്കം കൂട്ടി. 2021 ഡിസംബർ 10 സുധീഷിനെ വകവരുത്താനായി പ്രതികളെല്ലാം ശാസ്തവട്ടത്ത് സംഘടിച്ച് പദ്ധതി തയ്യാറാക്കി. പിറ്റേ ദിവസം സുധീഷ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലത്തെത്തി. അക്രമി സംഘത്തെ കണ്ട് മദ്യലഹരിയിലായിരുന്ന സുധീഷ് ഓടി വീട്ടിൽ കയറി ഒളിച്ചു. എന്നാൽ അക്രമി സംഘം വാതിൽ പൊളിച്ചകത്ത് കയറി പിന്നാലെ മഴ ഉപയോഗിച്ച് സുധീഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മുട്ടിന് താഴെ വെച്ച് കാലുകളും വെട്ടിയെടുത്തു. കൃത്യം നടത്തിയ ശേഷം ബൈക്കുകളിലും ഓട്ടോയിലുമായി രക്ഷപ്പെട്ട പ്രതികൾ വെട്ടിയെടുത്ത കാലം പൊക്കിപ്പിടിച്ചാണ് റോഡിലൂടെ സഞ്ചരിച്ചത്. പിന്നീട് ഈ കാൽ റോഡരികിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. വെട്ടിയെടുത്ത കാലുമായുള്ള പ്രതികളുടെ ആഘോഷവും അട്ടഹാസവും കണ്ട നാട്ടുകാരും ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ട മലയാളികളും ഒന്നടങ്കം ഞെട്ടിയിരുന്നു. തുടർന്ന് പോത്തൻകോട് സുധീഷ് കൊലക്കേസിൽ പങ്കാളികളായ ഓരോരുത്തരെയും ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് സംഘം പിടികൂടി. എന്നാൽ ഗുണ്ടാ നേതാവും കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഒട്ടകം രാജേഷിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. സംഭവം നടന്ന 9 ദിവസത്തിനു ശേഷമാണ് ഒട്ടകം രാജേഷിനെ പിടികൂടുന്നത്. കൃത്യം നടത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട ഒട്ടകം രാജേഷിനെ അവിടെ നിന്ന് തിരികെ എത്തുന്നതിനിടെ പോലീസ് സംഘം പിടികൂടി. സംഭവത്തിന് ശേഷം ഒട്ടകം രാജേഷിനായി തിരച്ചിൽ നടത്തുന്നതിനിടെ പോലീസ് സംഘത്തിന്റെ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു പോലീസുകാർക്ക് നഷ്ടപ്പെട്ടു. SAP ക്യാമ്പിലെ പോലീസുകാരനായ ബാലുവിനാണ് ദൗത്യത്തിനിടയിൽ അപകടത്തിൽ ദാരുണാന്ത്യം സംഭവിച്ചത്. ഒട്ടകം രാജേഷ് ഒരു തുരുത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം ലഭിച്ചാണ് പോലീസ് സംഘം വള്ളത്തിൽ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. ഇതിനിടെ വള്ളം മറിഞ്ഞ അപകടം സംഭവിക്കുകയാണ് ഉണ്ടായത്. നാടിനെ നടുക്കിയ കൊലക്കേസിൽ ആകെ 11 പ്രതികളാണുള്ളത്. മാങ്കാട്ടുമൂല ഉണ്ണി എന്ന സുധീഷ് ഉണ്ണിയാണ് കേസിലെ ഒന്നാം പ്രതി. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഒട്ടകം രാജേഷ് കേസിലെ 3-ാം പ്രതിയാണ്. ശ്യാം, നിധീഷ്, നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു, സച്ചിൻ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇവരെല്ലാം കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തി. പിന്നാലെ മുഴുവൻ പ്രതികളെയും കോടതി ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചു. നെടുമങ്ങാട് SIT കോടതി ജഡ്ജി A. ഷാജഹാനാണ് വ്യാഴാഴ്ച പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഏറെ ജനശ്രദ്ധ നേടിയ കേസിൽ 88-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുധീഷിന്റെ ഒളിവ് സങ്കേതം ഒറ്റിക്കൊടുത്തെന്ന് കരുതപ്പെടുന്നയാൾ കേസിൽ മാപ്പുസാക്ഷിയായി. പ്രതികൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളും സുധീഷിന്റെ മരണമൊഴിയുടെ ദൃശ്യങ്ങളും കേസിൽ നിർണായകമായി മാറിയിരുന്നു. നെടുമങ്ങാട് DYSP ആയിരുന്ന MK സുൽഫിക്കറാണ് അന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ T. ഗീനാകുമാരിയാണ് ഹാജരായത്.